നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, രാഹുൽ മാങ്കൂട്ടം MLA അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി സി പി എം ഒന്നാകെ പിണറായി പോലീസിനെ ഉപയോഗിച്ച് SIT ഉപയോഗിച്ചിട്ട് അങ്ങനെയും അതുപോലെ സ്വന്തം പാർട്ടി എന്ന് രാഹുൽ വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗത്തിലെ ചില തൽപര കക്ഷികളും ചേർന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാൻ വേണ്ടി ആസൂത്രിത ശ്രമം നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേസുകൾ തുരുതുര വന്നുകൊണ്ടിരിക്കുന്നത് എന്ന്, ഇത്തരത്തിലുള്ള നടപടികൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. അവരുടെ ആ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങളെ, ചാനലുകളെ വിലകെട്ടിയെടുത്തിരിക്കുന്നു എന്ന്. കോടികൾ കൊടുത്തു കഴിഞ്ഞാൽ നിൽക്കും. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്ന കോടികൾ, ശതകോടികൾ എന്ന് പറയുന്നതാണ് ശരി, അത്രത്തോളം കോടികൾ ഒരുപക്ഷെ അവർക്ക് കിട്ടാതെ വരും. ആ സ്ഥാനത്ത് കുറച്ചൊക്കെ അല്പം മാധ്യമങ്ങൾക്കും നക്കാപ്പിച്ച ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ ബിൽഗേറ്റ്സ് പറഞ്ഞ പോലെ ഒരു ഗ്രേറ്റ് ജോബ്, ഒരു കളി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ തൽക്കാലം രാഹുൽ ഒതുങ്ങിക്കോളും, നമുക്ക് കൈയിട്ട് വാരുകയും ചെയ്യാം, ഇപ്പോഴത്തെ ഖജനാവും ഇപ്പോഴത്തെ ഭരണവും ഇങ്ങനെ പോയാൽ മതി എന്നുള്ളൊരു അജണ്ട അവരുടെ മുന്നിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ തെളിവാണ് വയനാട് ലാൻഡ് സ്ലൈഡിന്റെ പണം എന്ന് പറയുന്നത്. എത്ര 800 കോടിയോളം രൂപയാണോ അവിടെ കിട്ടിയത്. ഏതാണ്ട് 400ഓളം വീടുകളാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. 400 അല്ല, 600 വീട് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിലും അവർക്ക് ഓരോ കോടി രൂപ കൊടുത്താലും ബാക്കി വീണ്ടും 200 കോടി രൂപ ബാക്കി ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ വിരലിൽ എണ്ണാവുന്ന വിധത്തിലുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് കുറച്ച് സ്ഥലമൊക്കെ എടുത്തു കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള പണം മുഴുവൻ പുട്ടടിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൂടി വന്നു, 4 ടോയ്ലറ്റുകൾ, പബ്ലിക് ടോയ്ലറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി 2 കോടി രൂപ ചെലവഴിച്ചത്രേ. അതായത് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് വീട് വെക്കാൻ വേണ്ടി സർക്കാർ കൊടുക്കുന്ന ധനസഹായം, അത് കേന്ദ്രമായിക്കോട്ടെ, കേരളമായിക്കോട്ടെ, ലൈഫ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, കൊടുക്കുന്ന ധനസഹായം എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാണ്. ഇനി 5 ലക്ഷം രൂപ കൂട്ട്. ഈ 5 ലക്ഷം രൂപയ്ക്ക് ഒരു വീടുണ്ടാക്കുമ്പോൾ അതില് മുറികൾ വേണം, അതിന് വാർപ്പ് വേണം, അതിന് ടോയ്ലറ്റ് വേണം, അതിന് കിണർ വേണം, എല്ലാ സംഗതികളും വേണം, വെള്ള സൗകര്യങ്ങളെല്ലാം വേണ്ടേ. കറണ്ടടക്കം മുഴുവൻ കാര്യങ്ങളും ഈ 5 ലക്ഷം രൂപയിൽ തീരണം. അങ്ങനെ തീരുമെന്ന് പറയുന്ന സന്ദർഭത്തിൽ ഇതേ സർക്കാർ തന്നെ 2 കോടി രൂപയ്ക്ക് 4 പബ്ലിക് ടോയ്ലറ്റുകൾ ഉണ്ടാക്കിയത് കണ്ടു. ഏതാണ്ട് 5-6 ലക്ഷം രൂപ പരമാവധി ചെലവഴിച്ചാൽ തീരുന്ന ഒരു കേസിനാണ് 50 ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയെടുത്തിരിക്കുന്നത്. അത്രയും രൂക്ഷമായ അഴിമതിയാണ് നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അയാള് സ്വതന്ത്രനും കൂടിയാണ്. കോൺഗ്രസ് കൂടി അദ്ദേഹത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇനി മത്സരിച്ചാൽ അതും പണിയാണ്. ഇപ്പോൾ തന്നെ MLA എന്ന രീതിയിൽ അദ്ദേഹം ഒരു തലവേദനയാകും, വെട്ടി തുറന്ന് ചോദിക്കും, ഇനി ആരും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന നിലയിൽ അദ്ദേഹത്തെ പുറത്തു വിടുന്നത് അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളെ കൂടി വില കെട്ടിയെടുത്തിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ആദ്യ ഭാഗത്ത് മാധ്യമങ്ങളില്ലായിരുന്നു. മാധ്യമങ്ങൾ ഒരു വിഭാഗമെങ്കിലും സത്യസന്ധമായ വാർത്തകൾ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ഇപ്പോഴത്തെ അവസ്ഥ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ കോടതിയിലെ വാദഗതികളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വരും എന്ന സാഹചര്യം ഉണ്ടായാൽ അത് വാർത്ത ചെയ്യാതിരിക്കുക, മിണ്ടാതിരിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിന് ഏതെങ്കിലും വിധത്തിൽ പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ അത്തരത്തിൽ വാർത്ത ചെയ്യേണ്ടി വന്നാൽ അതൊരു വലിയ വാർത്തയാക്കി ചെയ്യുക എന്നതാണ് അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത്. ഇന്ന് സെഷൻ കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിക്കേണ്ടതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ചുള്ള വാദം പൂർത്തിയാക്കുമ്പോൾ വേണമെങ്കിൽ ഇനിയും കേൾക്കാം എന്നുള്ളൊരു പരാമർശം കോടതി വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പരിശോധിക്കേണ്ടതായിട്ട് വന്നാൽ ഇന്ന് വിധി പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല എന്നും, പിന്നെ 2 ദിവസം കോടതി അവധി ആയതുകൊണ്ട് അടുത്ത പ്രവൃത്തി ദിനമായ 28-ാം തീയതിയിലേക്ക് ഇത് മാറുമെന്നും, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ റിമാൻഡ് കാലാവധി നീട്ടേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നും അന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. പക്ഷെ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു ഘടകമാണ് വാദഗതികളിൽ ഉണ്ടായത്. രാഹുലിന്റെ വക്കീൽ ശാസ്ത്രമംഗലം അജിത് കുമാർ വളരെ കൃത്യമായി ഇവിടെ വാദഗതികൾ ഉന്നയിച്ചവരുടെ വാദഗതികൾ തന്നെ എടുത്തുകൊണ്ട് അത് ഓരോന്നായി പൊളിച്ച് കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്ന് നമ്മളൊക്കെ കരുതിയിരുന്നു. പക്ഷെ ഇത്തരത്തിൽ വളരെ എന്താ പറയാ പ്രമാദമായിട്ടുള്ള ഒരു കേസ്, അങ്ങനെ തന്നെ പറയാം, അല്ലെങ്കിൽ അങ്ങനെ ആക്കി വെച്ചിട്ടുള്ള ഒരു കേസിൽ ചാടിക്കേറി ഒരു വിധി പറയുന്നത് ഭൂഷണമല്ല എന്നും, കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് ഇഴകേറി പരിശോധിച്ച് വിധി പറയേണ്ടത് ആവശ്യമാണ് എന്നും ഒരു കോടതി തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ശരിയായ തീരുമാനം. ഇതിനിടയിൽ 1-2 ദിവസം അവധി വന്നു പോയത് കോടതിയുടെ കുറ്റമല്ലല്ലോ. അതുകൊണ്ട് 28-ാം തീയതി അത് വിധി പറയട്ടെ, അത് അതിന്റെ വഴിക്ക് പോട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി ജാമ്യം നിഷേധിച്ചിട്ടൊന്നുമില്ല. ഇന്ന് വിധി പറയാതെ വിധി 28-ാം തീയതിയിലേക്ക് മാറ്റി, അത്രേ ഉള്ളൂ. അത് കോടതിയുടെ തീരുമാനം. കോടതി വിധി പറഞ്ഞു എന്ന മട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടി എന്ന് പറഞ്ഞുകൊണ്ടത് ഈ കാണുന്ന ഒരു പോസ്റ്റർ നോക്കൂ. ഇതുവരെ അനങ്ങാതിരുന്ന ചാനലുകളൊക്കെ ഈ രീതിയിൽ പോസ്റ്ററുകൾ അടിച്ചു തുടങ്ങി. അത് മാത്രമല്ല, ചാനൽ വാർത്തയിൽ രാഹുൽ മാങ്കൂട്ടം ഒരു തരത്തിലും പോലീസുമായി സഹകരിക്കുന്നില്ല,
ഒന്ന് കേട്ടിട്ട് പറയാം. പ്രത്യേകിച്ച് ഈ അന്വേഷണവുമായിട്ട് ഒരു തരത്തിലും രാഹുൽ സഹകരിക്കാത്ത ഒരു സാഹചര്യങ്ങൾ കൂടി ഉണ്ട്. അത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിധി മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട് അത് ആഘോഷിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്ന ഒന്ന് കേൾക്കൂ. വളരെ ആഘോഷമാണ്. ഒരു വരി പറയാൻ വേണ്ടി എത്ര സമയമെടുത്തു നിങ്ങൾ നോക്കും. ഇപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള വിധി ഇന്നുണ്ടാകില്ല. പിന്നീട് വിധി പറയുന്നത് പിന്നീടായിരിക്കും എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. വിധി പറയുന്നത് മാറ്റിവെച്ചിരിക്കുന്നു പത്തനംതിട്ട കോടതി. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം അല്പസമയത്തിനകം. വിധി പറയുന്നത് ഈ മാസം 28 മാറ്റിവെച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യാപേക്ഷയിൽ വിധി പറയുക ഈ മാസം 28 പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഈ മാസം 28 ആയിരിക്കും വിധി പറയുക. അതായത് ഇനി 3 ദിവസം കൂടി കഴിഞ്ഞായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ വിധി വരാനിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയിന്മേലുള്ള വിധി അത് പറയുന്നത് ഈ സാഹചര്യത്തിൽ 2 ദിവസത്തേക്ക് മാറ്റിവെച്ചപ്പോൾ അത് ആഘോഷിക്കുകയാണ്. അതായത് ചാനലുകളെ എന്തോ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതുപോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാർത്തകൾ കൊടുക്കാൻ, രാഹുലിന് അനുകൂലമായ വാർത്തകൾ കൊടുക്കാതിരിക്കാൻ ഈ ചാനലുകളെ വില കെട്ടിയെടുത്തിട്ടുണ്ട് എന്ന് തന്നെയല്ലേ? പ്രത്യേകിച്ച് ഈ അന്വേഷണവുമായിട്ട് ഒരു തരത്തിലും രാഹുൽ സഹകരിക്കാത്ത ഒരു സാഹചര്യങ്ങൾ കൂടിയുണ്ട്. കാരണം ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ എല്ലാം തന്നെ അഭിഭാഷകൻ പറഞ്ഞുകൊള്ളും എന്നുള്ള മറുപടി മാത്രം പറഞ്ഞുകൊണ്ട് അന്വേഷണത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് നിസ്സഹകരിക്കുന്ന ഒരു സമീപനമാണ് രാഹുൽ സ്വീകരിക്കുന്നത്. എന്തൊരു കഷ്ടമാണ്! രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല അത്രേ. അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയതിനു ശേഷം ആ ജാമ്യ നടപടികളുമായി അദ്ദേഹം 100% സഹകരിക്കുന്നുണ്ട്. പോലീസ് ആവശ്യപ്പെടുമ്പോഴൊക്കെ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. മറ്റു കേസിൽ നോട്ട് അറസ്റ്റാണ് വരുന്നത്. അത് 28-ാം തീയതിയാണ് അത് പരിഗണിക്കുന്നത്. അതുകൊണ്ട് അതിപ്പോ തൽക്കാലം പരിഗണിക്കേണ്ടതില്ല. പിന്നെ ഈ കേസിൽ അദ്ദേഹം സഹകരിക്കുന്നില്ല എന്ന് പറയുന്നത് ഏതാണ്? അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിന്റെയും ലാപ്ടോപ്പിന്റെയും ഒക്കെ പാസ്വേഡ് കൊടുക്കുന്നില്ല എന്നാണ്. അത് തുറക്കാനുള്ള പാറ്റേൺ ലോക്കും പാസ്വേഡുകളും പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന്. എങ്ങനെ പറഞ്ഞു കൊടുക്കും? ഈ ഡിവൈസ് ഒക്കെ പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്നുണ്ടെങ്കിൽ, ഈ ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിലാണ് എന്നുണ്ടെങ്കിൽ പിണറായിയുടെ അഭീഷ്ടം കൃത്യമായി നടത്തി കൊടുക്കും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ എടുക്കുകയൊന്നും അല്ല ചെയ്തത്, അർദ്ധരാത്രിയിൽ കിഡ്നാപ്പ് ചെയ്യായിരുന്നു. അതാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ രീതിയിൽ തലേ ദിവസം വൈകുന്നേരം വരെ പോലീസുകാരോടൊപ്പം ഉണ്ടായിരുന്ന, പൊതുജന മധ്യത്തിലുണ്ടായിരുന്ന, പൊതു ഇടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അതിന് രാത്രി 12 മണിക്ക് കിഡ്നാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉദ്ദേശം അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ദുരുദ്ദേശമുള്ള ഒരു വിഭാഗത്തിന്റെ കയ്യിലേക്ക് ഈ ഡിവൈസുകളുടെ പാസ്വേഡ് കൊണ്ട് കൊടുത്താലും മതി. കോടതിയുടെ നിബന്ധനയോടുകൂടി അല്ലെങ്കിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ ആ ഡിവൈസ് അവർക്ക് കൈമാറുന്നതിനോ അല്ലെങ്കിൽ പാസ്വേഡ് കൈമാറുന്നതിനോ രാഹുൽ മാങ്കൂട്ടത്തിൽ തടസ്സം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ ഒരു അവസരത്തിൽ പോലീസിനെ വിശ്വസിക്കാൻ പറ്റില്ല, SITയെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കരുതുന്നുണ്ടെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ലെന്നേ. കാരണം അയാളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതില്ലേ, നേരെ ചൊവ്വയുള്ള ഒരു അറസ്റ്റല്ലായിരുന്നല്ലോ. തന്നെ എന്നേക്കുമായി ഇരുട്ടറയിൽ അടച്ചിടാൻ ആവശ്യമായ തെളിവുകൾ ഒരുക്കാൻ, തനിക്ക് രക്ഷപ്പെടാനുള്ള തെളിവുകളെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി കൊടുത്തില്ല എന്നതിനെയാണ് ഇവിടെ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് ഈ പറയുന്ന ബന്ധപ്പെട്ട വിഭാഗം പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് എന്ന് പറയുന്നത് കോടതിയിലേക്ക് പറയുമ്പോൾ അവിടെ അത് അക്സെപ്റ്റ് ചെയ്യാണ്. കോടതിക്ക് ഇത് മനസ്സിലാകാതിരിക്കുമോ? വാദഗതി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തില് എല്ലാം വക്കീല് പറയുന്നു അത്രേ. ഇവിടെ രാഹുൽ ഈശ്വറിന്റെ കഥ നമുക്കറിയാമല്ലോ. രാഹുൽ ഈശ്വറിന്റെ കേസിൽ വക്കീൽ ഉണ്ടായിരിക്കെ രാഹുൽ ഈശ്വർ പ്രതികൂട്ടിൽ നിന്നുകൊണ്ട് മജിസ്ട്രേറ്റിനോട് സംസാരിച്ചു എന്നതാണ് വലിയൊരു വിഷയമായി വന്നത്. അന്ന് ഇതേ മാധ്യമങ്ങൾ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ വക്കീലിനെ വെച്ചു, എന്നിട്ട് ആ വക്കീൽ അവിടെ നോക്കിക്കൊണ്ട് നിന്നു. രാഹുൽ വാദിച്ചു, രാഹുലിന് എല്ലാം അറിയാം, അതുകൊണ്ട് ജാമ്യം നിഷേധിച്ചു, നേരെ ജയിലിലേക്ക് പോയി എന്നാണ് പറയുന്നത്, റിമാൻഡിലായി എന്ന്. അതേ മാധ്യമങ്ങൾ തന്നെ ഇവിടെ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വാപൊത്തി മിണ്ടാതെ നിന്നു, രാഹുലിനെ വക്കീൽ സംസാരിച്ചു. എന്തൊരു വിരോധാഭാസമാണ്! എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാകുന്നില്ല. ഈ ചാനലുകളൊന്നും വാർത്തയാക്കേണ്ടത് വാർത്തയാക്കിയില്ല. കോടതിയിൽ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീൽ പരാതി കൊടുത്ത പെണ്ണിന്റെ ആ മൊഴികളെ ഓരോന്നെടുത്ത് പരിശോധിച്ച് ഇടകേറി പരിശോധിച്ച് അതിനെ വലിച്ചു കീറി ചുമരിലൊട്ടിച്ചത് ഈ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തില്ല. കാര്യം അതിൽ എവിടെ ബലാത്സംഗ കുറ്റം എങ്ങനെയാണ് നിലനിൽക്കുക എന്നുള്ള ചോദ്യത്തിന് പ്രോസിക്യൂഷന് പോലും മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വസ്തുതയാണ്. അവിടെയാണ് മറ്റൊരു കേസുണ്ട്, മറിച്ചൊരു കേസുണ്ട്, ഇനി 10-14 കേസിന് വരാനുണ്ട് എന്നും മുട്ടാപ്പോക്ക് പറഞ്ഞുകൊണ്ട് നിന്നത്. ഈ കേസിന്റെ വാദം പറയാൻ അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീല് പറഞ്ഞത്. ആ ഒരു സാഹചര്യത്തെ എന്തുകൊണ്ട് ഈ മാധ്യമങ്ങൾ പറയുന്നില്ല എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ശരിക്കും ഈ മാധ്യമങ്ങൾ പറഞ്ഞിട്ടില്ല. പറയേണ്ടത് ഈ വരുന്ന 28-ന് മറ്റൊരു കേസിന്റെ വിധി കൂടി പറയാൻ സാധ്യതയുണ്ട്. അതായത് 1ാം പീഡന കേസ്, മാധ്യമങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ നോട്ട് അറസ്റ്റ് വന്നിട്ടുള്ള ആ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി നിലനിൽക്കുന്നുണ്ട്. അതിൽ വിധി പറയുമ്പോൾ അത് അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതികൂലമാകുന്ന ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ സെഷൻ കോടതി ഈ കേസിൽ ഇപ്പോൾ നിലവിലുള്ള ഈ 3ാം പീഡന കേസിന്റെ വിധി പറയുമ്പോൾ, അതിന്റെ വിധി ജാമ്യം കൊടുത്തു വിടുമ്പോൾ മറ്റേ കേസിന് ഒരു പക്ഷേ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേ SIT അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ഇതേ നാടകങ്ങൾ നമ്മുടെ പാലക്കാടും പത്തനംതിട്ടയും വടകരയും ഒക്കെ കറങ്ങി നടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ പരാതികളിലെല്ലാം പത്തനംതിട്ടയും വടകരയും
അതുപോലെ പാലക്കാടും ഒക്കെ ഉണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കാര്യങ്ങളുള്ളത്. ആ ഒരു സാധ്യതയാണ് സത്യത്തിലൂടെ മാധ്യമങ്ങൾ ആഘോഷിക്കേണ്ടത്. പക്ഷെ അത് 28-ാം തീയതി ആഘോഷിക്കാമെന്ന് കരുതി ഒരു പക്ഷേ കാത്തുവച്ചേക്കായിരിക്കും. Different angles. Don't forget to subscribe and support this channel.